സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സർവീസ് നടത്തുന്ന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ പുസ്തകത്തോണി എന്ന ആശയം വിപുലീകരിക്കുന്നു. മൊബൈൽ ഫോൺ തരംഗത്തിൽപ്പെട്ട പുതിയ തലമുറയെ അറിവിന്റെ പാതയിലേക്ക് നയിക്കുകയും യാത്രാ വിരസത ഒഴിവാക്കുകയും ലക്ഷ്യമിട്ടാണ് ഇങ്ങനെയൊരു നീക്കം. കായൽ കാറ്റിൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള സാഹചര്യം സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ മുഹമ്മ സ്റ്റേഷനിലെ ഫെറി ബോട്ടുകളിൽ ഒരു വർഷം മുൻപ് നടപ്പിലാക്കിയിരുന്നു. ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട് കായലിനു കുറുകെ ഏകദേശം 45 മിനിറ്റ് ദൈർഘ്യമുള്ള മുഹമ്മ കുമരകം ബോട്ട് യാത്രയിലായിരുന്നു ഇത്. ഈ ബോട്ടിൽ യാത്ര ചെയ്ത് കോട്ടയം ജില്ലയിലെ കുമരകത്താണ് എത്തിച്ചേരാനാവുക. മുതിർന്നവർക്കും കുട്ടികൾക്കുമായാണ് പുസ്തകശാല സജ്ജമാക്കിയത്. പ്രദേശത്തെ വീടുകളിൽ നിന്നും സ്കൂളിൽ നിന്നും ശേഖരിച്ച 100 കണക്കിന് പുസ്തകങ്ങളാണ് ബോട്ടിലുണ്ടാവുക. കഥയും കവിതയും നോവലും കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും ഇതിലുണ്ട്. യാത്രക്കാർക്ക് ഈ പുസ്തകങ്ങൾ സൗജന്യമായി വായിക്കാം. ഇന്ന് ബോട്ടിലും ബസ്സിലും കയറിയാൽ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന പുതുതലമുറയാണ് കാണാൻ കഴിയുക. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പ്രായഭേദമന്യേ എല്ലാവരും മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങുന്ന കാലത്താണ് വായനാശീലം തിരികെ എത്തുവാൻ പുസ്തകത്തോണിയുമായി ജലഗതാഗത വകുപ്പ് രംഗത്തെത്തിയത്. ഈ ആശയത്തിനൊപ്പം സ്കൂൾ അധികൃതരും സംസ്ഥാന ജലഗതാഗത വകുപ്പും ചേർന്നതോടെയാണ് വേമ്പനാട്ടുകാരൻ്റെ തണുത്ത കാറ്റേറ്റുകൊണ്ട് ഒരു പുതിയ അനുഭവമായി വായനയുടെ ലോകത്തേക്ക് പൊതുഗതാഗത സംവിധാനം എത്തുന്നത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വകുപ്പിന്റെ മറ്റു മേഖലകളിലെ ബോട്ടുകളിൽ കൂടി പുസ്തകത്തോണിയൊരുക്കാൻ അതത് മേഖലകളിലെ സ്കൂളുകളും മറ്റു സന്നദ്ധ സംഘടനകളുമായി ചേർന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പാണാവള്ളി, എറണാകുളം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ആലപ്പുഴ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള ബോട്ടുകളിൽ പുസ്തകത്തോണി നടപ്പിലാക്കാനാണ് മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുഗതാഗത സംവിധാനത്തിൽ കൂടുതൽ ജനസൗഹൃദപരമായ ആശയങ്ങൾ ഇനിയും ഉൾക്കൊള്ളുമെന്ന് അദ്ദേഹം അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.